ഹായ്, വെൽക്കം ബാക്ക് ടു വർണ്ണപ്പകിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ടെക്സാസിലെ സെൻ ആൻ്റോണിയോ എന്ന സ്ഥലത്താണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിരാവിലെ ഇറങ്ങിയതാണ്. നമുക്ക് 10-14 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ലേറ്റായി. അപ്പോൾ നമ്മളൊരു വീട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം എത്തിച്ചേരാറായി. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന വീട്. 4 ബെഡ്റൂമാണ് ഉള്ളത്. അതിലത് കിഡ്സിൻ്റെ ആയിട്ടൊരു ബെഡ്റൂമാണ് ഇവിടെ. അതിൽ ദേവനും കാർത്തിയും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ആണ് വീടിൻ്റെ സെറ്റപ്പ്. നല്ല ലിവിങ് റൂമും എല്ലാം നല്ല ഫെസിലിറ്റീസായിരുന്നു ഉണ്ടായിരുന്നത് വീടൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ എൻ്റെ നിന്ന് കുറേ വീഡിയോസുകൾ നഷ്ടപ്പെട്ട്, അതുകൊണ്ട് തന്നെ മുകളിലത്തെ നിലയിലെ വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് വേറൊരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട്. ഇതൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ വെളിയിൽ വലിയൊരു ഓപ്പൺ വിൻഡോ അല്ല, ഒരു ഡോറുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലതുപോലെ വ്യൂ ആയിരുന്നു. ഇത് ഞാൻ അടുത്ത ദിവസം രാവിലെ എടുത്ത ഫോട്ടോയാണ് കേട്ടോ, വീഡിയോ ആണ്. കാരണം അന്ന് നൈറ്റ് നമ്മൾ നല്ല ടയേർഡായിരുന്നു. ഇത് കിച്ചണാണ്. അടുത്ത ദിവസം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ സീ വേൾഡിലോട്ട് പോയി. സീ വേൾഡ് അടിപൊളിയായിരുന്നു. ഭയങ്കര ഫെസിലിറ്റീസായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. നമ്മൾ ഒരു ദിവസമല്ല കേട്ടോ, 1, 2, 3 ദിവസങ്ങളോളം നമ്മൾ അവിടെ തന്നെ എൻജോയ് ചെയ്തു. കാരണം അത്രയധികം നമുക്കവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും. നമുക്ക് ഒരു ദിവസം തന്നെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നും നമുക്കിവിടെ എൻ്റർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് എപ്പോഴും വേണോ കയറുകയും ഇറങ്ങുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇത് എല്ലാം കണ്ടിട്ട് നമുക്ക് വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നും വരാം. അങ്ങനെയൊക്കെ നമ്മൾ അടുത്താണ് നമ്മൾ വീടെടുത്തിട്ടുള്ളത് ഈ സീ വേൾഡിൻ്റെ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ദൂരം പോകണ്ട. അപ്പം നമുക്ക് എപ്പോഴും വേണം, നമുക്ക് ടയർഡാകുമ്പം തിരിച്ച് പോവാം, റൂമിൽ പോവാം, പിന്നെ വരാം. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇവിടെ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് നമ്മളതിൻ്റെ അകത്ത് കയറി. ശരിക്കും ഭയങ്കര രസമുണ്ടായിരുന്നു. പിള്ളേരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഇതേപോലെ ലൈറ്റ്സുകളായിരുന്നു. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ലൈറ്റ് സെറ്റിങ്സൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ പകൽ സമയങ്ങളിൽ ഈ ന്യൂ ഇയർ ലൈറ്റ്സൊക്കെ കാണാൻ വലിയ ഒരു ചന്തമില്ലായിരുന്നു. പിന്നെ രാത്രി നമ്മൾ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ക്രിസ്മസിൻ്റെയൊക്കെ. അപ്പം ക്രിസ്മസിൻ്റെയൊക്കെ ആ ദിവസം അടിപൊളിയായിരുന്നു. ഇവിടെ ലൈറ്റ് സെറ്റിങ്സും പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ലൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് തന്നെ ഇവിടെ ഒരു സ്റ്റാമ്പ് ചെയ്ത് തരും നമ്മുടെ കയ്യിൽ. അത് കയറാൻ വേണ്ടി കണ്ടോ, സ്റ്റാമ്പിങ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇത് 2 ദിവസം എൻ്റെ കയ്യിൽ കഴുകി കളഞ്ഞിട്ട് പോകാതെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഇഗ്വാന ഇതേ കണക്ക് പല ആനിമൽസിനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാരൊന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ടച്ച് ചെയ്യാനും ഒക്കെ ഉള്ള അവസരം തരുന്നു. വലിയൊരു മൂങ്ങ ഉണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് പിന്നീട് പിന്നെ നമ്മൾ കാണാമെന്ന് വെച്ചിട്ട് പിന്നീട് അത് ഉണ്ടായിരുന്നില്ല അവിടെ. പിന്നെ 2-3 ദിവസം നമ്മൾ വന്നിട്ടും ആ ഒരു ഭയങ്കര വലിയൊരു മൂങ്ങയായിരുന്നു. അതിനെ എനിക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റിയില്ല, എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരുപാട് ഇതെന്ന് വെച്ചാൽ ഡോൾഫിൻ്റെ ഒരു ഷോ ആയിരുന്നു. അതും അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. ഡോൾഫിൻ അവർ പറയുന്ന രീതിയിലെല്ലാം പോയി. പിന്നെ ഡോൾഫിൻ ഫീഡ് ചെയ്യുന്നത് അവർ തന്നെയാണ്. അതിന് മീനിട്ട് കൊടുക്കും. അപ്പോൾ ഫിഷിനെ അത് ക്യാച്ച് ചെയ്യുന്നതും അത് ഇവർ പറയുന്ന രീതിയിൽ അതുണ്ടോ, ഫിഷിനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡോൾഫിൻ ഓരോന്നും ഇങ്ങനെ ജമ്പ് ചെയ്ത് വരുന്നത്. ഫിഷിനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോ ഡോൾഫിനും ഫിഷ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. അവർ പറയുന്ന കണക്ക് അവരെ കൈ കൊണ്ടുള്ള ആക്ഷൻസ് എല്ലാം അത് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്ത് അത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രെയിനേഴ്സ്, ആനിമൽസിനെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരെ എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. ഞാൻ ഭയങ്കരമായിട്ട് അവരെ സല്യൂട്ട് ചെയ്യുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അവർ എത്ര നല്ല രീതിയിലാണ് അവർ ആ ഒരു രീതിക്ക് അവരതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. എല്ലാം ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് നമ്മൾ അടിച്ചോ അതിനെ വഴക്ക് പറഞ്ഞോ അങ്ങനെയൊന്നും. അതിനെ എപ്പോഴും ഇങ്ങനെ ഫുഡ് കൊടുത്താണ് ട്രെയിൻ ചെയ്യിക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ വിചാരിക്കും ഞാൻ ഇത് കണ്ടുകൊണ്ട് ട്രെയിൻ ചെയ്യിക്കുന്ന കാണാൻ പറ്റും. പക്ഷേ ഞാൻ ട്രെയിൻ ചെയ്യിക്കുന്ന കണ്ടൊരു ബേർഡിനെ അവരിങ്ങനെ ഫുഡ് കൊടുത്തിട്ടാണ് അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അതിനെ വേദനിപ്പിച്ചോ അതിനെ ദ്രോഹിച്ചോ ഒന്നുമില്ല. അത് ഫുഡ് തിന്നാൻ വേണ്ടിയിട്ട് അത് ഇവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പാരറ്റിനെ ട്രെയിൻ ചെയ്യിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ഇതും അതേപോലെ ഫുഡ് കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അത് അവർ പറയുന്ന കാര്യങ്ങൾ പോയി ചെയ്തിട്ട് വന്ന് ഫുഡ് തിന്നും. ഫുഡെന്ന് പറയുന്നത് കുഞ്ഞു മത്സ്യങ്ങൾ, ഈ കണവ,
അങ്ങനെയുള്ള കൊഞ്ച് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെയാണ് അതിന് ഫുഡായിട്ട് കൊടുക്കുന്നത്. എനിക്കൊന്ന് കണവയാണെന്ന് തോന്നുന്നു കൂടുതലും അതിന് ഇഷ്ടപ്പെട്ട ഫുഡ്. ഞങ്ങൾ ഫീഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണവയൊക്കെയാണ് തന്നത്. പിന്നെ കുഞ്ഞു മത്സ്യങ്ങളും നെത്തോലിയുടെ കണക്കത് വലിയ വലിയ അതേ ടൈപ്പിൽ, എനിക്ക് പേരറിയത്തില്ല, അങ്ങനെയൊക്കെ ഉള്ളതാണ് അത് തിന്നുന്നത്. പറയുന്ന കണക്ക് ബോൾ ഇടുമ്പം പോയി എടുത്തുകൊണ്ട് വരികയും അങ്ങനെയൊക്കെയുള്ള നല്ല രസമായിരുന്നു. കുറേ നേരം നമ്മൾ നമുക്കതിപ്പോൾ ഇങ്ങനെ ഓരോ ഷോയ്ക്കും എപ്പോഴും ടിക്കറ്റില്ല, നമ്മൾ ഫുൾ ഒരു ഇത് എടുത്തത് കൊണ്ട് നമുക്കിതുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ പുറത്തൊക്കെ വെള്ളം തെറിപ്പിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ആ ദിവസമല്ല, അടുത്ത ദിവസം രാവിലെ ഡോൾഫിൻ ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മാത്രം ആ സീ വേൾഡിൻ്റെ അകത്ത് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് പേര്, ഇപ്പം ഫ്രണ്ടിൽ പോകണ 3 പേര്, നമ്മളൊരു 6 പേരോളം മാത്രമേ അതിൻ്റെ അകത്തുണ്ടായിരുന്നുള്ളൂ. ബാക്കി ആർക്കും അപ്പോഴും അലൗഡ് അല്ല അതിൻ്റെ അകത്ത് കയറാൻ. ബട്ട് റിസർവ്ഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും നമ്മൾ ഡോൾഫിൻ്റെ ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. നമുക്ക് പ്രത്യേകം ഡ്രസ്സൊക്കെ തരും. പിന്നെ മാത്രമല്ല, അരമണിക്കൂർ മുന്നേ നമുക്ക് ഡോൾഫിനെ പറ്റിയുള്ള കുറേ ഒരു വലിയ ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ വെള്ളത്തിൽ ഡോൾഫിൻ്റെ കൂടെ ഇറക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസിനോടുപരി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഡോൾഫിനെ ടച്ച് ചെയ്യുന്നത് ഓക്കെ, പക്ഷേ അതിൻ്റെ കൂടെ സ്വിം ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നെ അത് എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഭയങ്കര പേടിയായിരുന്നു. ശരിക്കും അത് ഓവർകം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ പിന്നെ കാർത്തിയും ദേവനും ഭയങ്കര ഒരു എന്താണ് പറയുന്നത്, ഭയങ്കര ഒരു ത്രില്ലിലാണ് പോയത്. എനിക്ക് പക്ഷേ പേടിയിലാണ് ഞാൻ പോയത്. പക്ഷെ എനിക്ക് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ടച്ച് ചെയ്യാൻ എല്ലാം. പിന്നെ മാത്രമല്ല, ക്യാമറയൊന്നും അവിടെ അലൗഡേ അല്ല. പിന്നെ ചോദിച്ചു, പെർമിഷൻ തന്നു. ഞാനല്ല, വേറൊരു അവിടുത്തെ തന്നെ ഒരു ട്രെയിനറാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളുടെ ആ ഒരു ഇതൊക്കെ, അതിൻ്റെ ആ ഒരു എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്തുകൊണ്ട് പറയുന്ന ഒരു പ്രത്യേകം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഡോൾഫിൻ്റെ കൂടെയുള്ള ആ ഒരു ഇത്. പിന്നെ ഡോൾഫിൻ ഇൻട്രാക്ഷൻ മാത്രമല്ല, ഇവിടെ വേറെയും പല പല അനിമൽസിൻ്റെ കൂടെയുള്ള ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഡോൾഫിനെ എടുത്ത് അപ്പോൾ മാത്രമല്ല, ഡോൾഫിൻ നമ്മളുമായിട്ട് ഭയങ്കര ഇണക്കമുള്ള ഒരു ജീവിയാണ് ഡോൾഫിൻ. നമ്മളുമായിട്ട് ഭയങ്കര ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് നമ്മളുടെ ആ ഒരു ഫീലിങ്സൊക്കെ. എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. എന്നെ ടച്ച് ചെയ്തപ്പോൾ തന്നെ അത് എന്തോ ഒരു അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല, വീഡിയോ എടുക്കാനൊന്നും അലൗഡല്ല. പിന്നെ ഫോട്ടോയൊക്കെ അവർ തന്നെ, അവരുടെ ക്യാമറാമാൻ അവർ തന്നെ ഫോട്ടോ എടുത്ത് നമുക്ക് തരുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരാളവിടെ നിൽപ്പുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഓരോരുത്തരായിട്ടും അതിൻ്റെ കൂടെ സ്വിം ചെയ്യാം, ടച്ച് ചെയ്യാം, ഫീഡ് ചെയ്യാം, അങ്ങനെ എല്ലാം ഭയങ്കര രസമായിരുന്നു. പിന്നെ ഒരു നമ്മളെ കയ്യിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, പോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ കയ്യിലൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് നമ്മളൊരു പേടി മാറ്റാൻ വേണ്ടിയിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്യും. ശരിക്കും ഒരു നല്ല അനുഭവമായിരുന്നു. പിന്നെ നേരത്തെ കണ്ട ഡോൾഫിൻ്റെ ഷോ ഇല്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പോയതാണ്. ഡോൾഫിൻ്റെ നമ്മൾ കണ്ട ആ സ്ഥലമില്ലേ, അതിൻ്റെ അടിയിൽ അണ്ടർ വാട്ടർ എങ്ങനെയാണ്, ഡോൾഫിൻ അതിൻ്റെ അടിയിൽ എങ്ങനെയാണ് എന്നുള്ള നമ്മൾ കണ്ട ആ സ്ഥലത്തിൻ്റെ അടിയിലുള്ള കാര്യമാണ് ഈ കാണുന്നത്. അതൊരു ഗ്ലാസ് ഇട്ട് നല്ല രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡോൾഫിൻ ഷോ നടക്കുമ്പം ഉണ്ടോ, ഡോൾഫിൻ താഴെ പോയി ഇതേപോലെ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് എത്ര സമയം കാണാം അത് നമ്മളാണ് ചെയ്യുന്നത്. നമുക്ക് മടുക്കുമ്പം നമുക്ക് പോവാം. അല്ലാണ്ടൊരു ടൈമിങ്ങോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഒന്നിനും തന്നെ ഇല്ലായിരുന്നു. ഇത് കണ്ടോ, ശരിക്കും അവിടെ കിടക്കുന്ന ആ റിബൺ കണക്കത്തൊരു സംഭവം അവിടെ കിടക്കുന്നത്, ആ ഡോൾഫിൻ എടുത്ത് മുകളിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ, അവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, അവിടെ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വരുന്നു. പക്ഷെ ഞാൻ നിന്ന സ്ഥലത്ത്, നമ്മൾ അപ്പുറ സൈഡിൽ ഒരുപാട് ഡോൾഫിൻ ഉണ്ടായിരുന്നു. നമ്മൾ നിന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് അപ്പം ഡോൾഫിൻ ഒരുപാട് ഉണ്ടായിരുന്നില്ല. ഉണ്ടോ, ഇത് കണ്ടോ, ആ റിബൺ എടുത്തുകൊണ്ട് അതുകൊണ്ടൊന്ന് മേളിൽ കൊടുക്കാൻ പോയതാണ്. ഭയങ്കര അനുസരണയായിട്ട്, ശരിക്കും പറയാൻ ഭയങ്കര ലവബിളായിട്ടുള്ള ഒരു ഇതാണ് ഡോൾഫിൻ എന്ന് പറയുന്നത്. നമ്മളുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ഇത് കണ്ടോ. ഞാൻ അല്ലി കുറേ കഴിഞ്ഞപ്പോൾ താളാന്ന് പിന്നെ എടുത്തു നടക്കേണ്ടി വന്നു.
ഇതും ഇതേണക്കൊരു ഫിഷിൻ്റെ ഒരു അക്വേറിയം സെറ്റപ്പ് തന്നെയായിരുന്നു. ഒരുപാട് ഫിഷുകൾ, വെറൈറ്റി ഫിഷുകൾ നമ്മളിവിടെ കണ്ട്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു ഫിഷുകളൊക്കെ, വെറൈറ്റി ആയിട്ടുള്ള. പിന്നെ നമ്മൾ ബ്രാൻസ്റ്റണിൽ പോയപ്പോഴത്തേക്കുള്ള അക്വേറിയം അത് പൊളിയായിരുന്നു. ആരെങ്കിലുമൊക്കെ ബ്രാൻസ്റ്റണിൽ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ അക്വേറിയം ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അത് പക്ഷേ ശരിക്കും അടിപൊളിയായിരുന്നു. ആ അക്വേറിയം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ എല്ലാത്തിനേക്കാളും ഒരുപാട് അക്വേറിയങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അതാണ് കൂടുതലും കണ്ണിനൊരു കുളിർമ തോന്നിപ്പിച്ചത്. ഇങ്ങനെ ഞങ്ങളെല്ലാം അടുത്ത ഷോ കാണാൻ വേണ്ടിയിട്ട് നടന്നു പോവുകയാണ്. കാർത്തിയും ദേവനും ഒക്കെ വേറൊരു ലോകത്താണ്. അവരിങ്ങനെ അവരുടെ കഥയൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് നടന്നു വരുവാണ്. ഇതിങ്ങനെ ഓരോരുത്തരുടെയും ഒരു റൊട്ടേഷൻ, ഒരു എന്താണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരുത്തർ മാറുമ്പോൾ ഓരോ അങ്ങനെ. ഇത് കണ്ടോ, കില്ലർ വെയിലിൻ്റെ ഒരു ഷോ ആയിരുന്നു. ശരിക്കും അടിപൊളി ഷോ ആയിരുന്നു. ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കും. ഇത് ഭയങ്കര ഒരു വെറൈറ്റി ഒരു സൗണ്ടാണ്. കേൾക്കുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് വേറെ എന്തോ സൗണ്ടാണെന്നാണ്. പിന്നെയാണ് അതിൻ്റെ വായിൽ നിന്ന് വരുന്ന സൗണ്ട്. ഇതിന് വലിയ വലിയ ഫിഷുകളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരാളെയൊക്കെ വിഴുങ്ങുന്ന കില്ലർ വെയിൽ എന്ന് വരുന്നത് തന്നെ ഭയങ്കര ഒരു ഇതാണല്ലോ. പക്ഷേ ഇവരുടെ അടുത്തത് ഭയങ്കര, അതിൻ്റെ ട്രെയിനേഴ്സിൻ്റെ അടുത്തൊക്കെ ഒരു ഭയങ്കര ഒരു സ്നേഹമാണ് കാണിക്കുന്നത് ശരിക്കും. പക്ഷേ ഒരുപാട് പേര്, ഞാനിങ്ങനെ ഒരു ഷോട്ട് ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിന് ദ്രോഹമല്ലേ ചെയ്യുന്നത്, ഇതിനെ ഇങ്ങനെ ഇതിൻ്റെ അകത്തിട്ട് ദ്രോഹിക്കുകയല്ലേ, ഇതിനെയൊക്കെ നമ്മൾ വെളിയിൽ തുറന്നു വിടേണ്ട സംഭവം, അതായത് കടലിൽ കിടക്കേണ്ട സാധനത്തിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ എങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഇതിനുള്ള ഈ ഷോയിൽ നിന്ന് കിട്ടുന്ന ഈ വരുമാനമൊക്കെ കടൽ ജീവികൾക്ക് വേണ്ടിയിട്ടാണ് അവർ പകുതി സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ അവരുടെ ഫുഡിനും ട്രെയിനേഴ്സിനും ഒക്കെ അത് കഴിഞ്ഞിട്ട് ബാക്കി സ്പെൻഡ് ചെയ്യുന്നത് കടൽ ജീവികൾക്കും. പിന്നെ ഒരുപാട് കടൽ ജീവികളെ രക്ഷപ്പെടുത്തിയും മുറിവുകൾ പറ്റുന്നതിനും എല്ലാം രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾക്ക്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു പൈസ ഇവർ ചിലവഴിക്കുന്നത്. അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ. നമ്മളെല്ലാം കാണിച്ചു തരുന്ന ആ ഒരു ടിക്കറ്റിൻ്റെ പൈസ അത് അവരുടെ സ്പീഷ്യസിനുള്ള ഇതിന് തന്നെ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ അതൊരു സന്തോഷ കാര്യമല്ലേ. ശരിക്കും അതൊരു ദ്രോഹം എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അവർ ഇതിനെയൊക്കെ പിന്നെ എന്താണ് അതിൻ്റെ കുഞ്ഞു ബേബീസിനെയും കാര്യങ്ങളെയൊക്കെ കടലിൽ കൊണ്ടുവന്ന് വിടുന്നുമുണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവർ ചെയ്ത കുറേ വലിയ കാര്യങ്ങളൊക്കെ അവിടെ ഭയങ്കരമായിട്ട് കോരം അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. സ്ക്രീനിലും അവർ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഉണ്ടോ, ഇതുണ്ടോ, തടവാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് കിടന്നു കൊടുക്കുവാണത്. അത് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അനുസരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര ഒരു രസം. പിന്നെ ഇങ്ങനെ പൊങ്ങി ചാടുന്ന ഡോൾഫിനെ കാളിയുണ്ടോ, നമ്മളെ അത് സല്യൂട്ട് ചെയ്യുവാണ്, ഹായ് പറയുവാണ്. അതിങ്ങനെ വാല് വെക്കുന്നത് അവർ പറയുന്നത് പോലെ കേൾക്കുന്നുണ്ട്. ഇത് നമ്മൾ കാണുന്ന പോലെയല്ല കേട്ടോ, ഭയങ്കര വലിയൊരു കില്ലർ വെയിൽ, ഭയങ്കര വലുതാണ്. നമുക്കിങ്ങനെ കാണുമ്പം ഒരു ചെറിയ രീതി തോന്നുമെങ്കിലും ഇതുണ്ട്. നമുക്ക് ലാസ്റ്റ് എല്ലാവർക്കും ഹായ് ഒക്കെ പറഞ്ഞ് പിരിയുവാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോമാര് ഹായ് ഒക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ മുഖത്തെല്ലാം വെള്ളം തെറിപ്പിക്കും. പക്ഷേ എനിക്കിത് വെള്ളം തെറിപ്പിക്കാനാണ് വരുന്നതെന്ന് ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കണ്ടോ ഇത് കണ്ടോ, ഇതൊന്ന് താന്ന് കിടന്നിട്ട് അതിൻ്റെ വാല് പൊക്കിയിട്ട് നമ്മളെ പുറത്ത് വെള്ളം തെറിപ്പിച്ചു. അത് ഒട്ടും അപ്രതീക്ഷിതമായ ഒരു സംഭവം ആയതുകൊണ്ട് ശരിക്കും നമ്മൾ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല ഇങ്ങനെ വെള്ളം തെറിപ്പിക്കുന്നു. വായിലും പുറത്തും ഒക്കെ നല്ല ഉപ്പുവെള്ളമാണ്. കണ്ടോ, ഇതുണ്ടോ, ഒരു കടലിൽ കളിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ ആൾക്കാരെ പുറത്ത് വെള്ളം തെറിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞോ. ഇത് കണ്ടോ, എന്ത് ഫോഴ്സിലാണ് വെള്ളം വീഴുന്നതെന്നോ. നമുക്ക് മുകളിൽ ഇരിക്കുന്നവർ പുറത്ത് തന്നെ വീഴും. പക്ഷേ നമ്മൾ ഇവിടെ വന്ന് നമ്മൾ പുറത്ത് തെറിപ്പിക്കുമെന്ന് പറയാം. രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്ന് കണ്ടോ ഒരുമിച്ച് വന്ന് താഴെ പോയി നോക്കി കാണാൻ പറ്റുന്നുണ്ട്. അപ്പുറം സൈഡിലുള്ളവരെ പുറത്ത് വെള്ളം തെറിപ്പിച്ചു. അപ്പോൾ ഏകദേശം തീർന്നതാണ്, ഓക്കെ ആയിരിക്കും എന്ന്. അപ്പം 3 പേരും കൂടി തിരിഞ്ഞ് നമ്മളെ സൈഡിൽ വന്നു. എന്നിട്ട് അത് എന്ത് ഫോഴ്സിലാണ് നിറച്ച് ഉപ്പുള്ള, വായിലൊക്കെ ഉപ്പുവെള്ളം നിറച്ചു. അത്രയ്ക്ക് ഭയങ്കര ഇതായിരുന്നു. അല്ലി ഭയങ്കര കരച്ചിലായിരുന്നു ആ ഉപ്പുവെള്ളം വായിൽ പുറത്ത് വീണതിന് ഭയങ്കരമായിട്ട്. കേട്ടോ, ഇത് ഞങ്ങളുടെ അടുത്ത് തെറിപ്പിക്കാൻ വരെയാണ്. പക്ഷെ നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വെച്ച് പോകുമായിരിക്കുമെന്ന് ഷോ കഴിഞ്ഞിട്ട്. അപ്പം നോക്കി ഇതെല്ലാം കൂടി താഴെ പോയി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കണ്ടോ എന്താ ഭയങ്കര ഫോഴ്സിലാണ് വെള്ളം വീഴുന്നത്. എൻ്റെ അവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ശരിക്കും പക്ഷെ അടിപൊളിയായിരുന്നു. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. നമ്മൾ മൊത്തം കുളിച്ചെന്ന് തന്നെ പറയാം.
അല്ലി ഫുൾ കുളിച്ച് കണ്ടോ, നമ്മൾ പുറം മൊത്തം വെള്ളം വീണ്. അല്ലിക്കായിരുന്നു. നമ്മളൊക്കെ എൻജോയ് ചെയ്തു, പക്ഷെ അല്ലിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. അല്ലിക്ക് അത് ഒട്ടും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു വട്ടം കൂടി കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഷോ നൈറ്റിൽ. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം ഇതിപ്പോൾ 3 കില്ലർ വെയിലാണ് ഈ ഷോയിലുണ്ടായിരുന്നത്. ഞങ്ങൾ നൈറ്റിൽ കണ്ടത് അന്നത്തെ ദിവസമല്ല, പിന്നീട് ഒരു ദിവസം കണ്ടത് 2 കില്ലർ വെയിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഷോ അന്ന് ഞങ്ങൾ ഏറ്റവും മുകളിലാണ് ഇരുന്നത് ഷോ കണ്ടത്. നമുക്കറിയാമായിരുന്നു താഴെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ പരിപാടികൾ ഒപ്പിക്കുമെന്ന്. അത് ഞങ്ങൾ ഏറ്റവും മുകളിലാണ് ഇരുന്ന് ഷോ കണ്ടത്. അങ്ങനെ ഭയങ്കര ശരിക്കും നമുക്ക് അറിയത്തുണ്ടായിരുന്നില്ല, അടിപൊളിയായിട്ടാണ് അത് ജമ്പ് ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനെ റൊട്ടേറ്റൊക്കെ ചെയ്ത് ഇത്രയും വലിയ വെയിറ്റോട് കൂടിയ ഒരു ഫിഷ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ശരിക്കും ഭയങ്കര ട്രെയിനിങ് തന്നെയാണ്. അവർ പറയുമ്പോഴാണ് അതങ്ങനെ ചെയ്യുന്നത്. പിന്നെ എൻ്റെ അവിടെ ഉണ്ടോ ഒരു ഓപ്പണിങ്, അതിലേക്കൂടെയാണ് അവർ തിരിച്ച് പറയുമ്പം ഷോ കഴിഞ്ഞ് തിരിച്ചു പോകും. ഫിഷ് ഇട്ട് കൊടുക്കും. ഓരോ ഇത് കഴിയുമ്പോഴും ഫിഷിനെ ഇട്ട് കൊടുക്കും കഴിക്കാനായിട്ട്. ഓരോ ചാട്ടം ചാടിയിട്ട് ഓടി വരും അതിൻ്റെ ട്രെയിനേഴ്സിൻ്റെ അടുത്ത്. ഓടി വന്ന് ഫിഷിനെ കഴിച്ചിട്ട് പിന്നും ജമ്പ് ചെയ്യും, പിന്നെ ഓടി വന്ന് എന്ത് സൗണ്ടാണെന്നോ. നമ്മൾ ഈ ഇങ്ങനെ വീഡിയോ കാണുന്ന പോലെ ശരിക്കും ഇത് ഭയങ്കര വെയിറ്റോട് കൂടിയ സാധനമല്ലേ, ഭയങ്കര സൗണ്ടാണ് ആ വെള്ളത്തിൽ വന്ന് അടിക്കുമ്പോൾ. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഗ്ലാസ് പൊട്ടിയോ എന്ന് വെച്ചാൽ അമ്മാതിരി എനിക്കൊരു സൗണ്ട് കേട്ടു. ഞാൻ വെച്ചാൽ ഈ ഗ്ലാസ് ഈ ചുറ്റാകെ കാണുന്ന ഗ്ലാസ് ഇല്ല, അത് പൊട്ടിപ്പോയാൽ അതാണ് അതിൻ്റെ പുറത്താണ് അത് വന്ന് അടിച്ചത്, എന്തോ സൗണ്ട്. പക്ഷെ വെള്ളത്തിൽ വന്ന് അടിക്കുന്ന ആ ഒരു സൗണ്ട് ഭയങ്കരമായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ പോയതിൽ കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് ഉള്ളത് ഇതായിരുന്നു. അടിപൊളിയായിരുന്നു. ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഇതിങ്ങനെ ഈ ഷോ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നമുക്ക് എപ്പോഴും വേണമെന്നുണ്ട്, ഇത് നമുക്ക് ബായ് പറയുവാണ് രണ്ടുപേരും കൂടി. നമുക്ക് എപ്പോഴും വേണോ ഈ ഷോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണാം. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇനിയും കാണണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും കണ്ട് അങ്ങനെ നമ്മളൊരു പ്രാവശ്യം കണ്ടത് ദിവസം പിന്നീട് കുട്ടികൾക്ക് കാണണമെന്ന് പറഞ്ഞാണ് പിന്നീട് ഒരു നൈറ്റും കൂടി നമ്മൾ പിന്നീട് ഒരിക്കൽ കണ്ടത്. അതും അടിപൊളിയായിരുന്നു. എല്ലാ ഷോയും വെറൈറ്റി ആയിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. പിന്നെ ഇതിനൊക്കെ കുറേ റൈഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അക്വേറിയം, അവിടെ മൊത്തം അക്വേറിയത്തിൻ്റെ മേളമാണ്. എല്ലാം ഇതേപോലെ ഗ്ലാസിൻ്റെ അകത്ത് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ. പിന്നെ എനിക്കുണ്ടായിരുന്ന ഭയങ്കര വലിയൊരു അബദ്ധം പറ്റി. കാരണം എൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു കുറേയേറെ വീഡിയോകൾ. ഇവിടുത്തെ ഭയങ്കര നല്ല രീതിയിലുള്ള കാഴ്ചകളായിരുന്നു ഞാൻ വീഡിയോ എടുത്തത്. പക്ഷേ എനിക്കൊന്നും എൻ്റെ കയ്യിൽ നിന്ന് പോയി, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അടുത്ത വീഡിയോയായി കാണാം. കുറച്ചുള്ളതൊക്കെ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.